ജീവനില്ലാത്ത വസ്തുക്കളെയാണ് നമ്മൾ ശവം എന്ന് വിളിക്കുന്നത്. എന്നാൽ ജീവനുള്ള ശവങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ്എൻ വേൾഡ്. പറഞ്ഞു വരുന്നത് സോംബികളെക്കുറിച്ചാണ്, അതായത് ചലിക്കുന്ന ജീവനുള്ള ശവങ്ങളെക്കുറിച്ചാണ്. പണ്ട് കാലത്ത് വെള്ളക്കാർ അവരുടെ കോളനികളിൽ നിന്നും അവരുടെ ആഫ്രിക്കൻ കോളനികളിൽ നിന്നും ഒരുപാട് ആഫ്രിക്കക്കാരെ കൊണ്ടുവന്നിരുന്നു അടിമകളായിട്ട്. അവരുടെ ഹെയ്റ്റി എന്ന് പറയുന്ന സെൻട്രൽ അമേരിക്കയിൽ പെടുന്ന ഒരു സ്ഥലത്തായിരുന്നു അന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് അവിടെയുള്ള മെയിനായിട്ട് വരുന്ന പരിപാടി, അവരുടെ മെയിനായിട്ടുള്ള ജോലി എന്ന് പറയുന്നത് പ്ലാന്റേഷൻ ആയിരുന്നു. കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ആഫ്രിക്കൻ അടിമകളെ വെള്ളക്കാർ അന്നത്തെ കാലത്ത് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വൃത്തിഹീനമായ അവരുടെ ചുറ്റുപാടുകളും അവരുടെ താമസ സ്ഥലത്തിന് ചുറ്റുമുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ കാരണം പലതരത്തിലുള്ള അസുഖങ്ങൾ ഈ ആഫ്രിക്കക്കാർക്ക് പിടിപെടുകയാണ്. അതോടുകൂടി തന്നെ ഒരുപാട് ആഫ്രിക്കൻ അടിമകളെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ അസുഖങ്ങൾ കൊണ്ട് മരണപ്പെടുകയാണ്. ഏതൊരു കൂട്ടത്തിനുമുണ്ടാകും ഒരു നേതാവ് എന്ന് പറഞ്ഞ പോലെ ഈ അടിമകളുടെ കൂട്ടത്തിനും ഒരു നേതാവുണ്ടായിരുന്നു, ഒരു ദുർമന്ത്രവാദിയായ നേതാവ്. അസുഖം ബാധിച്ച് ആളുകൾ ഇങ്ങനെ മരിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാ ജോലികളും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാത്ത ഒരവസ്ഥ വരികയാണ്. ആ സമയത്ത് ദുർമന്ത്രവാദിയായ ഈ നേതാവ് തൻ്റെ ബ്ലാക്ക് മാജിക്കിലൂടെ, ദുർമന്ത്രവാദത്തിലൂടെ ഒരു പ്രത്യേകതരം മാന്ത്രിക ജലം തയ്യാറാക്കുകയാണ്. അതിനുശേഷം രാത്രികാലങ്ങളിൽ മറവ് ചെയ്ത മൃതദേഹങ്ങൾ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ അനുയായികളും കൂടി ചെന്ന് പുറത്തിറക്കുകയാണ്. എന്നിട്ട് ഈ മാന്ത്രിക ജലം ഈ ശവങ്ങളുടെ രക്തത്തിൽ ചേർക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് അവർ ചെയ്തിരുന്നത് ചിലപ്പോഴൊക്കെ മൃതദേഹങ്ങളുടെ, അതായത് ശവങ്ങളുടെ കയ്യോ കാലോ വെട്ടിയെടുക്കും. എന്നിട്ട് ആ ഭാഗങ്ങളിൽ ഈ മാന്ത്രിക ജലം തളിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തൊലി നീക്കം ചെയ്ത് ആ ഭാഗത്ത് ഈ ജലം തളിക്കും എന്നുള്ളതായിരുന്നു. അതോടുകൂടി തന്നെ ഈ ശവങ്ങൾക്ക് ജീവൻ വരികയും പിന്നീട് നേതാവ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം ഈ ശവങ്ങൾ അനുസരിക്കുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ സോംബികൾ ജനിക്കുന്നത്. കാലം മുന്നോട്ട് തന്നെ സഞ്ചരിക്കുകയാണ്. നേതാവും അവരുടെ അനുയായികളുമൊക്കെ ചെയ്യുന്നത് ദൈവത്തിന് നിരക്കാത്ത പരിപാടിയാണെന്ന് തോന്നിയപ്പോൾ ദൈവത്തെ പോലെ, അല്ലെങ്കിൽ ദൈവമെന്ന് പറയുന്ന ആ കൺസെപ്റ്റിന് എതിരായിട്ടുള്ളൊരു കാര്യമാണ് ഈ നേതാവും അനുയായികളുമൊക്കെ ചെയ്യുന്നത് എന്ന് അവിടുത്തെ ജനങ്ങൾക്ക്, ആ അടിമകൾക്ക് തോന്നിയ സമയത്ത് അവർ ഒന്നടങ്കം ഈ നേതാവിനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും, അഥവാ ബ്ലാക്ക് മാജിക് ദുർമന്ത്രവാദികളായിട്ടുള്ള ആളുകളെ ഒന്നടങ്കം പച്ചക്ക് തീ കൊളുത്തി കൊല്ലുകയാണ്. അതോടുകൂടി സോംബികൾ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം അവസാനിക്കുകയാണ്. ഇതാണ് ഹേറ്റിയൻ ബിലീഫ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു രീതിയിലാണ് സോംബികൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഒരുപാട് ആളുകൾ വിശ്വസിച്ച് പോകുന്നത്. ഈ കാര്യങ്ങളിൽ നിന്ന് സോംബികളെ എടുത്ത് തങ്ങൾക്ക് വേണ്ട രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇന്ന് ആധുനിക സമൂഹത്തിലുള്ള സിനിമകളിലൊക്കെ നമ്മൾ ഈ സോംബികളെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് സോംബി കടിച്ചു കഴിഞ്ഞാൽ സാധാരണയായിട്ടുള്ളൊരു മനുഷ്യനും വീണ്ടും സോംബിയായി മാറും എന്നുള്ള രീതിയിലൊക്കെ സിനിമകൾ വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിലുള്ള സോംബികളെ പറ്റി നോക്കുമ്പോൾ അവർ ആളുകൾക്കൊന്നും ശല്യമില്ലാത്ത രീതിയിൽ തങ്ങളോട് എന്താണോ പറഞ്ഞിട്ടുള്ളത്, എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് ആ പണി മാത്രം ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു സോംബികളുടെ ആ ഒരു മൊത്തത്തിലുള്ള കൺസെപ്റ്റ്. അല്ലെങ്കിൽ ഈ ഹേറ്റിയൻ ബിലീഫ് എന്ന് പറയുന്നത് സത്യത്തിൽ ഇങ്ങനെയൊരു മാന്ത്രിക ജലം ഉപയോഗിച്ചുകൊണ്ട് മരിച്ചുപോയ മൃതദേഹങ്ങളെ, ശവങ്ങളെ ചലിപ്പിക്കാൻ കഴിയുമോ? തീർച്ചയായും കഴിയും. ഇത് ഞാൻ പറഞ്ഞതല്ല, ആധുനിക ശാസ്ത്രം പറഞ്ഞിട്ടുള്ളതാണ്. ഡാറ്റൂറ ടെട്രോ ഡിറ്റോക്സൈഡ് എന്ന് 2 കെമിക്കൽസ് ഒരു പ്രത്യേക അളവിൽ മിക്സ് ചെയ്തിട്ട് ഈ പറഞ്ഞ ശവങ്ങളുടെ രക്തത്തിലേക്ക് ചേർക്കുകയാണെങ്കിൽ ആ ശവങ്ങളെ നമുക്ക് ചലിപ്പിക്കാൻ കഴിയും. ഈ ടെട്രോ ഡിറ്റോക്സൈഡ് എന്ന് പറയുന്നത്
പഫർ എന്ന് പറയുന്ന ഒരു മത്സ്യത്തിൽ നിന്നും എടുക്കുന്നതാണ്. ആരെങ്കിലും അതിൻ്റെ അടുത്ത് ശല്യം ചെയ്യാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് വീർത്ത് വരുന്ന രീതിയിലുള്ളൊരു മത്സ്യമാണ്. ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും ഇതിൻ്റെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് പഫർ എന്ന് പറയുന്ന മത്സ്യം. അപ്പോൾ ഇതിൽ നിന്നാണ് ഈ ടെട്രോഡിക്ടോക്സി എന്ന് പറയുന്ന കെമിക്കൽ എടുക്കുന്നത്. അതേപോലെ തന്നെ ഡാറ്റൂറ എന്ന് പറയുന്ന വലിയ രീതിയിലുള്ളൊരു മയക്കുമരുന്നാണ്. ഈ മയക്കുമരുന്ന് നമ്മുടെ ശരീരത്തിലായി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്ത രീതിയിലേക്കൊരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് നമ്മളൊക്കെ മാറിപ്പോകും. അങ്ങനെയാണെങ്കിൽ അന്ന് ആ ദുർമന്ത്രവാദിയായ നേതാവ് ഉപയോഗിച്ചത് ഈ ഒരു മാന്ത്രിക ജലം, ഈ ഒരു മിശ്രിതമായിരിക്കുമോ? എന്തൊക്കെയായാലും ശാസ്ത്രത്തിനും ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആധുനിക കാലഘട്ടത്തിലും ഇതേപോലെ തന്നെ നമുക്ക് ഡെഡ് ബോഡികളെ അല്ലെങ്കിൽ ശവങ്ങളെ ചലിപ്പിക്കാൻ കഴിയും. അതിന് ശാസ്ത്രം പറയുന്നത് നാനോ ബോട്ടുകളെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. നാനോ ബോട്ടുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം ചെറിയ സൈസുകളിലുള്ള റോബോട്ടുകളാണ്. മില്ലിമീറ്റർ മാത്രമായിരിക്കും ഈ ഒരു റോബോട്ടുകളുടെ വലുപ്പം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നാനോ ബോട്ടുകളെ നമ്മൾ വിഴുങ്ങുകയോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിലൂടെ നാനോ ബോട്ടുകളെ ശരീരത്തിലേക്ക് കയറ്റിവിടുകയും ചെയ്തു കഴിഞ്ഞാൽ പുറത്തുള്ള കൺട്രോളിംഗ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു നാനോ ബോട്ടുകളെ ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ആ ശസ്ത്രക്രിയ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഈവൻ ബ്രെയിനിൻ്റെ കാര്യങ്ങൾ പോലും വളരെ നല്ല രീതിയിൽ തന്നെ ഈ നാനോ ബോട്ടുകൾ ഉപയോഗിച്ച് ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇനി ഭാവി കാലങ്ങളിൽ ഈ നാനോ ബോട്ടുകളുടെ ടെക്നോളജി ഒന്നുകൂടി ഇമ്പ്രൂവ് ആയിക്കഴിഞ്ഞാൽ ഈ ശവങ്ങളുടെ, ഈ ഡെഡ് ബോഡികളുടെ തലച്ചോറിലേക്ക് നാനോ ബോട്ടുകളെ നമ്മൾ പ്രവേശിപ്പിച്ച് കഴിഞ്ഞാൽ ഇവയെ ഉപയോഗിച്ചിട്ട് ആ തലച്ചോറ് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളത് ശാസ്ത്രം ഭാവിയിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ഏതൊരു ഡെഡ് ബോഡിയും ചലിപ്പിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിനിമകളിലൊക്കെ മാത്രം കണ്ടിരുന്ന സോംബികളെ വരും കാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. അപ്പോൾ സോംബി എന്നത് ലോകത്താകമനം വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നാമമാണ്. അപ്പോൾ സോംബികളെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിലും നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ.